വിവാദം വിട്ടൊഴിയാതെ ഇ.പി. ജയരാജന്റെ ആത്മകഥ. മകനെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമം നടന്നെന്ന ആത്മകഥയിലെ പരാമർശത്തിന് പിന്നാലെ ഇ.പി. ജയരാജന് ബി.ജെ.പിയിലേക്ക് വരാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് എ.പി. അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. പുസ്തക പ്രകാശന ചടങ്ങിലെ എം.വി. ഗോവിന്ദന്റെ അസാന്നിധ്യവും ചർച്ചയാവുകയാണ്. ഇതാണ് എന്റെ ജീവിതം എന്ന പേരിൽ ഇന്നലെ ഇറങ്ങിയ ഇ.പിയുടെ ആത്മകഥയിലെ വെളിപ്പെടുത്തലാണ് ചർച്ചയാകുന്നത്. തന്റെ മകനെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കാൻ ശോഭാ സുരേന്ദ്രൻ ശ്രമം നടത്തിയെന്നാണ് ആരോപണം. എന്നാൽ മകന് മാത്രമല്ല ഇ.പിക്ക് തന്നെ ബി.ജെ.പിയിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ തിരിച്ചടി. പാർട്ടിക്ക് താൽപര്യം ഇല്ലാതിരുന്നതിനാലാണ് ഇ.പിയുടെ ആഗ്രഹം നടക്കാതിരുന്നതെന്നും ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇ.പി. ജയരാജൻ CPM വിട്ട് ബി.ജെ.പി. ചേരാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ജയരാജൻ മാമനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ പൂതി അങ്ങ് നടക്കൂല. പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എം.വി. ഗോവിന്ദനെ ക്ഷണിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ എ.പി. അബ്ദുള്ളക്കുട്ടി ഇ.പി. ജയരാജൻ ആത്മകഥ എഴുതിയത് എം.വി. ഗോവിന്ദനെയും പി. ജയരാജനെയും വിമർശിക്കാനാണെന്നും പരിഹസിച്ചു. പുസ്തകം വായിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തത വരും എന്നായിരുന്നു ഇ.പിയുടെ മറുപടി. നിങ്ങൾ പുസ്തകം വായിച്ചില്ല എന്ന് വെക്കാം. വായിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു ചോദ്യം ചോദിക്കില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവിടെ വരൂ, നമുക്കൊന്നിച്ച് അവിടെ നിന്ന് പറയാം. റിപ്പോർട്ടർ, കണ്ണൂർ.